ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നതെന്ന് അറിയോ? നിനക്കൊന്നും സമയത്ത് വരാനും പറ്റത്തില്ല, നേരത്തെ പോവുകയും വേണം. സെയിൽസിന്റെ കാര്യമൊക്കെ അറിയാലോ രവി. മാനേജ്മെന്റ് ആളെ കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇങ്ങനാണെങ്കിൽ എനിക്കൊരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സോറി. പോ. താങ്ക് യു. ഹലോ കുട്ടു. ആ എന്തായിരുന്നു? ആ ലെവലതിക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? നീ ഒന്ന് പോയടാ. ആ പുച്ഛം. റിച്ച് ചോക്ലേറ്റ് 1 kg. ആ മാഡം കോപ്പി വേണോ? വേണ്ട. സ്വിഗ്ഗിയിൽ ഓർഡറിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ആ പൈസ ഒന്ന് കൊടുത്തടാ. ആ പൈസ ഒന്ന് കൊടുത്തോ. എത്ര ഏട്ടാ? 100. 100 ആരാണ്ടാ കടയിൽ വന്നാ മുതല്? ആ അതൊരു പർവ്വതം. പർവ്വതാ? എന്ത് പേരാണ്ടാ? അതാണ് പേര്. എടി ഈ ഇടം മരിച്ചൊരു കന്നഡ നടനടി പുനീത് രാജ്കുമാർ. പുള്ളിയുടെ അമ്മയുടെ പേരും പർവ്വത. എനിക്കിതെവിടുന്നറിയാം? അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പേര് ഗൂഗിളിൽ നോക്കിയത്. അപ്പൊ പറഞ്ഞ കല്യാണക്കായപ്പോ പുതിയ പുതിയ മഴയും പർവ്വതങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. സത്യം പറ രവി, നീ വല്ല റോ ഏജന്റ് വേണ? രാത്രി കണ്ടു റോജനിട്ട് വെക്കണം. ഈ രൂപത്തിൽ റോജനെ കണ്ടോ? ഞാൻ എവിടുന്ന് വേണല്ലോ? പുകയാണ്. എന്ത്? നീ ഇനി മറുത്തൊന്നും പറയണ്ട കോമതി. വിഗ്രഹം തറവാട്ടമ്പലത്തിൽ പ്രതിഷ്ഠിച്ചാലേ ഈ അനർത്ഥങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഓ, എന്ത് പറഞ്ഞാലും അങ്ങ് നാമം ജപിച്ചാൽ മതിയല്ലോ. തറവാട്ടമ്പലത്തിരുന്ന വിഗ്രഹം എങ്ങനെ എൻ്റെ കൈ വന്ന്? അമ്പലം വരുന്ന തറ ഉൾപ്പെടെയുള്ള ഭാഗം പാൻ വെച്ച് കൊണ്ടുപോയി. വഴിയില്ലാത്തൊരു കാവുങ്ങളോ എനിക്ക്. അതുപോട്ടെ, വിഗ്രഹം അവിടെ കിടന്ന് തുരുമ്പെടുക്കാണ്ട് ദിവസം ഒരു വിളക്ക് വെക്കാൻ പറഞ്ഞ അച്ഛനാ എൻ്റെ തന്നെ. എന്റെ പൊന്നു ഗോമതേച്ചി, വിഗ്രഹം വീട്ടിലല്ലല്ലോ, അമ്പലത്തിലല്ലേ വെക്കാം അല്ലേ? ആ അതാണല്ലോ വീടും അമ്പലവും തമ്മിലുള്ള വ്യത്യാസം. അതെ അതെ. ഫുഡ് ഓർഡർ ചെയ്തിരുന്നില്ലേ? രവിക്കുട്ടനാവും. ഇല്ല, പപ്പൻകുമാർ. ദേ ആ മുമ്പിലത്തെ വീട്. ഈ കഴിഞ്ഞ ദിവസം ശശിയേട്ടൻ തറവാട്ടിന്ന് ഇറങ്ങുമ്പോ ഒരു ഓലമടല് ജസ്റ്റ് മിസ്. എന്താ ഗണപതി ഓർമ്മിപ്പിച്ചതാ. ആ അമ്പലം പണിയാനാണെങ്കിൽ നീ ആ കാവ് മാത്രല്ലേ ഉള്ളൂ. ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണ ആ വരുമാനവും നിൽക്കും. സാരല്ല, എൻ്റെ ഭഗവാന് വേണ്ടിയിട്ടല്ലേ. രാമകണിയനെ കൊണ്ടൊരു പ്രശ്നം വെപ്പിച്ച് നോക്കാം. എന്തിനു രാമകണിയാര്? നമ്മുടെ നാട്ടിൽ ഉഗ്രൻ ജോലിച്ചരുണ്ട്. ആരും വേണ്ട, രാമകണിയാര് മതി. ഇനി പ്രശ്നത്തിൽ ഭഗവാൻ അവിടെ ഇരിക്കാനാ ഇഷ്ടം വെച്ചാൽ ഞാൻ തന്നെ അവിടെ കൊണ്ടുവന്ന് തരും. ആ ആ കുറച്ച് പതുക്കെയൊക്കെ തിന്നൂടെ ആർത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, തഞ്ചത്തി പറഞ്ഞാലേ ചേച്ചി വീഴുള്ളൂന്ന്. ചേച്ചി സമ്മതിച്ചില്ലേ നമ്മുടെ കാര്യമൊന്നും നടക്കൂല. ആ വല്യമ്മേ, എന്തായി എല്ലാരും ഉണ്ടല്ലോ? ഗൂഢാലോചന വല്ലോണോ? അല്ല, ഞങ്ങൾ ഈ ഗണപതി വിളിച്ചിട്ട് വന്നു. കല്യാണച്ചക്കം ഫുൾ ടൈം മൊബൈലാണല്ലോ. കൊറോണ ആയതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഒഴിവാക്കുവോ? എന്റെ ദൈവം, നിങ്ങളെയൊക്കെ ഒഴിവാക്കി എങ്ങനെ കല്യാണം നടത്തണം? ചുണ്ടത്ത് പപ്സ് ഓടിച്ചടാ മീശമ്മല് പുറത്തുണ്ടേ. എന്നാ ശശി വെള്ളം. അപ്പം ബാനുച്ചി പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നം വെക്കാം. ഞാൻ പറയുന്നിടത്ത് അന്ന് എല്ലാവരും ഇവിടെ വന്നോണം. എൻ്റെ ഗണേശമൂർത്തി. ഇത് കണ്ട ഇങ്ങനെ വന്ന് ഇതാണ് നമ്മൾ കൂടം ജംഗ്ഷൻ. മനസ്സിലായോ? രാമേട്ട ഇവിടെ ഉണ്ടാവും.
ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ ദേ ഇവിടെ ഉണ്ടാവും. മാപ്പ് ശ്രദ്ധിക്കും. അന്ന് ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് രാമേട്ട, ഇപ്രാവശ്യം നമ്മൾ അവൻ എന്തായാലും പിടിച്ചിരിക്കും. ഷുവറാ? ഇല്ലെങ്കിലോ? നെഗറ്റീവ് ഇങ്ങനെ പറയല്ലേ. ആക്ഷൻ പറയുമ്പോ കളിച്ചു തുടങ്ങിയാൽ മതി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഈ കണ്ണിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് ഒത്തിരി സീനാവും. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഇത് വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലേ. സോറി ചേട്ടാ. സെക്കൻഡ് ലാസ്റ്റ് ബോൾ. എല്ലാരും ഉഷാറായിട്ട് ആ സൈഡത്തിലല്ലേ ആരും അറിയില്ലടാ. CCTV വയ്ക്കണം, അല്ലാണ്ട് ഇനി ഒരു പരിപാടി ഇവിടെ നടക്കൂല. അതെ, എന്തിനാ കൃഷ്ണേട്ടാ CCTV? ഭഗവാൻ മുകളിൽ ഇരുന്ന് എല്ലാം കാണുന്നില്ലേ? അതെ അതെ, ക്യാമറ വെക്കുകയാണെങ്കിൽ ആദ്യം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണം. എന്നാ രണ്ടെണ്ണം എന്റെ വീടിന്റെ ഫ്രണ്ടിലും വെക്കണം. സൗജന്യ റേഷൻ അല്ലേ? നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലേ ഒന്നും മതി വിലാസിനെ ചേച്ചി, നമ്മുടെ രവിക്കുട്ടന്റെ കല്യാണം അങ്ങനെ മാറ്റി വെച്ചോ? ഏയ്, ഞങ്ങളത് വേണ്ടെന്ന് വെച്ചതാ. ആരാ പറഞ്ഞേ? എന്നോട് സീമയാ പറഞ്ഞേ, ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ആ, എന്തായാലും എന്റെ വീടിന്റെ മുന്നിൽ CCTV വേണ്ടാട്ടോ. പ്രൈവസി പോവും മോളെ. ആരുടെയും വീടിന്റെ മുമ്പിൽ വെക്കാനല്ല, വഴിയിൽ വെക്കാനാ. അതെ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത്. എനിക്ക് വീട്ടിൽ ഇച്ചിരി പണിയുണ്ട്. ആ ഗോമതി, ആ വിനോദിന്റെ കാറൊന്ന് മാറ്റിയ ഒരു മാർഗം കാണണം. കോർപ്പറേഷൻകാരൻ നോട്ടീസ് തന്നിട്ടുണ്ട്. പിന്നെ കോർപ്പറേഷൻകാർക്ക് ഇപ്പൊ ഇതല്ലേ പണി? വേറെ കുറെ വണ്ടികൾ കിടപ്പുണ്ടല്ലോ അവിടെ, അതൊക്കെ മാറ്റി എന്നിട്ട് നോക്കാം. സീമേ, എന്നങ്ങോട്ട് വരണേ, കുറച്ച് നോട്ടീസ് തരാനുണ്ട്. ഇതേ ശരിയാവില്ല കേട്ടോ, ഭയങ്കര ടഫാണ്. തള്ളോടിഞ്ഞുറിഞ്ഞു വീഴുമല്ലോ. ഈ തള്ളക്കൊക്കെ എന്തിന്റെ കേടാടോ? ആറാടതിയാണല്ലോ. ഓരോരോ കലാരൂപല്ലടോ ആറാടത്തൊക്കെ. ഇതോ ഒരു കലാരൂപം. ഹലോ. ഹലോ, അരക്കില്ലത്തെ വാച്ച്മാനാ? സുഖല്ലേ? ആ, ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ട്. പറ. ഒരു കാര്യം പറയാനാ. ഓ, അതെ, ഒരു കട ഇവിടെ വാടകയ്ക്ക് വന്നിട്ടുണ്ട്. ആണോ ചേട്ടാ? ഞാനൊരു 1-2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? 2 ദിവസമൊക്കെ കഴിഞ്ഞാ കട വേറെ വല്ല നരികളും കൊണ്ടുപോട്ടാ. ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കുറച്ച് പണിയില്ല. എന്തായാലും വിളിക്കട്ടാ. ഓ.